ഇന്ന് നമ്മള് പുതുതായിട്ട് മേടിച്ചുള്ള കുറച്ച് ഡ്രസ്സാണ് കാണുന്നത് കേട്ടോ. കുർത്തി അതേപോലെ തന്നെ ചുരിദാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് ഫസ്റ്റത്തെ ഒരു ഡ്രസ്സ് വരുന്നത്. ഒരു യെല്ലോ കളർ. ഞാൻ അങ്ങനെ ഒരു ലെമൺ യെല്ലോ കളറാണ് കേട്ടോ. ഞാൻ അങ്ങനെ എടുക്കാത്തൊരു കളർ കോമ്പിനേഷൻ ആണ്. അപ്പൊ ഇത്തവണ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് ഇതൊന്ന് ട്രൈ ചെയ്തൊക്കെയാണ്. ഇതേപോലെയാണ് നമ്മളുടെ ഈ ഒരു ടോപ്പ് വരുന്നത്. വലിയ ഇതേപോലെ 3/4 സ്ലീവ് വരുന്നുണ്ട്. ഇങ്ങനെ കോളർ നെക്ക് ആയിരിക്കും കേട്ടോ. കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. ഇതേപോലെ കോളർ നെക്ക് വരുന്നു. ഇങ്ങനെയായിരിക്കും നമ്മളുടെ ടോപ്പ് വരുന്നത്. ഇതേപോലെ ഫുൾ ഒരു പ്രിന്റ് ആണ് വരുന്നത്. ഈ ഒരു പ്രിന്റ് അതേ പാറ്റേണിൽ തന്നെയാണ് പാന്റ് വരുന്നത് കേട്ടോ. ഇങ്ങനെ ലൂസായിട്ട് വരുന്ന ഈ ഒരു ടൈപ്പിലാണ് പാന്റ് വരുന്നത്. അപ്പം ഇതാണ് ഈ ഒരു ഡ്രസ്സ് വരുന്നത്. ഇങ്ങനെ ഉണ്ടാവും. ഇത് ഈ ഒരു ബ്ലൂവും അതേപോലെ തന്നെ ഇങ്ങനത്തെ ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഒരു ടോപ്പ് തന്നെയാണ്. ഇത് നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള പാന്റും കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ കോളർ നെക്ക് വന്നിട്ട് ഈ ഒരു നെക്ക് പോകുന്നുണ്ടോ, ഇതേപോലെ ഈ ഒരു സൈഡിലേക്കായിട്ട് ഇങ്ങനെ വന്നിട്ട് പിന്നെ സ്ട്രെയിറ്റിൽ താഴെ ഡിസൈൻ പോകുന്നുണ്ട്. ഇവിടേക്ക് ഇങ്ങനെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു ചെറിയ വി നെക്ക് പോലെ വന്നിട്ട് ചെറുതായിരിക്കും നെക്ക്, പക്ഷെ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് കട്ടിങ് കേട്ടോ. ഒരു വെറൈറ്റി കട്ടിങ്ങിലാണ് ഈ ഒരു ടോപ്പ് വരുന്നത്. ഫുള്ളിങ്ങനെ ഫ്ലവർ പ്രിന്റ്, അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട് ഈ ഒരു ടോപ്പിന്. ഇതേപോലെ പ്ലെയിൻ ഒരു സിംഗിൾ കളറിലായിട്ട് ബ്ലൂ കളറിലാണ് ഈ ഒരു ഡ്രസ്സിന്റെ പാന്റ് വരുന്നത് കേട്ടോ. ഇതാണ് ഇതിന്റെ ഒരു പാന്റ് വരുന്നത്. അടുത്തതും ഒരു ലൈറ്റ് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത്. ഒക്കെ നല്ല പ്യുവർ കോട്ടൺ ആണ്. ഈ ഒരു ചൂടത്തൊക്കെ നമുക്ക് ഇടാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് പാന്റ് വരുന്നത്. സെയിം പ്രിന്റില് ടോപ്പും അതേപോലെ തന്നെ പാന്റുമാണ് വരുന്നത്. ഒക്കെ ഞാൻ എടുത്തിട്ടുള്ളത് ആമസോണിന്നാണ്. അപ്പം ഇതാണ് നമ്മളുടെ ഈ ഒരു ടോപ്പ് വരുന്നത്. ഇതേപോലെ വരും. ഒരു കോളർ നെക്കായിട്ടാണ് വരുന്നത്. ഇവിടെ ഇങ്ങനെ ചെറിയ നെക്കിന്റെ അവിടെ ഒരു ലേസ് വർക്ക് ഉണ്ട്. ഈ ഒരു പോർഷനിൽ ഇങ്ങനെ ചെറിയൊരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് സ്ലിറ്റ് വരുന്നുണ്ട്, സൈഡ് സ്ലിറ്റ് വരുന്നുണ്ട്. ഇത് തന്നെയാണ് സെയിം ഈ ഒരു പാന്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു ടോപ്പിന് വരുന്നത്. ഇനി നമുക്ക് ഒന്നും കൂടെ അല്ല ഇനിയുണ്ട്. ഈ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ടോപ്പാണ്. ബ്ലൂ ഷെയ്ഡ് ഇപ്പോൾ വന്ന സമയത്ത് ശ്രദ്ധിക്കണത്. നിങ്ങൾക്കറിയാം പണ്ടേ മുതലേ വീഴുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ബ്ലൂവിന്റെ ഭയങ്കര ഫാൻ. എടുത്ത് വരുന്ന സമയത്ത് എനിക്ക് ബ്ലൂവിലേക്ക് വേറെ കളേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ബ്ലൂ കൊള്ളാന്നാണ് എനിക്ക് ഫസ്റ്റ് തോന്നുന്നത് കേട്ടോ. ഇതിലേക്ക് വേറെ കളർ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. ഇതൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത്. സ്ലീവ്ലെസ് ആണ്, സ്ലീവ് ഇല്ല കേട്ടോ. ഞാൻ സ്ലീവ്ലെസ് യൂസ് ചെയ്യാത്തതാണ്. ഞാൻ മേടിച്ച സമയത്ത് ആക്ച്വലി സ്ലീവ് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. ഇറ്റേപ്പാണ് സ്ലീവ് ഇല്ല മനസ്സിലായത്. പക്ഷേ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഷോളിലെ കൂടെ എന്തെയും ഇങ്ങനെ തിരിച്ച് ഷാൾ കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നമാക്കിയതുകൊണ്ട് ഞാൻ പിന്നെ ഇത് റിട്ടേൺ ചെയ്തില്ല കേട്ടോ. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതേപോലെ ആയിരിക്കും ടോപ്പ് വരുന്നത്. പിന്നെ റീസൺ എന്താ വെച്ചാൽ സെയിം എനിക്കൊന്നും ചെയ്യേണ്ടതൊന്നുമില്ല. സാധാരണ ഈ ഒരു ലാർജ് സൈസിൽ എടുക്കുന്ന സമയത്ത് എനിക്ക് ബോഡി കറക്റ്റ് ആയിരിക്കും ഏകദേശം കിട്ടിയത്. ചിലപ്പോൾ ഇവിടെ മാത്രം ഒരു കുഞ്ഞായിട്ട് ഷേപ്പ് ആക്കാൻ ഉണ്ടാവുള്ളൂ. എന്നാലും കറക്റ്റൊക്കെ ഏകദേശം. കൈയാണ് എപ്പോഴും കുറച്ച് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഒന്ന് ലൂസ് ഉണ്ടാവും. അപ്പോൾ കൈ മാത്രമേ ശരിക്കും എനിക്കൊന്ന് കറക്റ്റ് ചെയ്യാൻ ഉണ്ടാവാറുള്ളൂ കേട്ടോ. അപ്പം ഇതിനാണെങ്കിൽ കൈയില്ലാത്തതും കൊണ്ട് അതും കറക്റ്റ് ചെയ്യാനില്ല. അപ്പോൾ എനിക്ക് ഈസി ഒന്നും ചെയ്യാനില്ല. കറക്റ്റ് ഫിറ്റ് ആയത് കൊണ്ട് അത് റിട്ടേൺ ചെയ്തില്ല. അപ്പോൾ ഇതേപോലെയാണ് ഈ ഒരു ടോപ്പ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിൽ ഈ ഒരു പാൻറ് വരുന്നുണ്ട്. ഈ ഒരു പ്രിന്റിൽ ഇങ്ങനത്തെ എനിക്ക് എന്തോ വേറെ പാൻറ് എന്തോ എന്ന് തോന്നുന്നു. ഇതേ സെയിം പ്രിന്റ് എനിക്ക് ഭയങ്കര പരിചയമുണ്ട്. ഇതാണ് നമ്മുടെ പാൻറ് വരുന്നത്. പിന്നെ ഇതായിരിക്കും ഷോള് വരുന്നത് കേട്ടോ. നല്ല വലുപ്പമുള്ള ഷോളാണ്. ലൈറ്റൊരു ബ്ലൂ ഷെയ്ഡിലായിട്ടൊരു ഡ്രസ്സ് കണ്ടോ. ഇങ്ങനെ വരുന്നൊരു ചുരിദാറാണ്. അടുത്ത വന്നിട്ട് ശരിക്കും ഒരു കോട്ട് സെറ്റാണ്. കോട്ട് സെറ്റ് ഞാൻ എനിക്ക് കോട്ട് സെറ്റ് എനിക്കൊന്ന് കംഫർട്ട് തോന്നാറില്ല. ഒന്നെങ്കിൽ എനിക്ക് ട്രെയിനിങ് ഡ്രസ്സ് ഇടുന്ന സമയത്ത് അത്യാവശ്യം ചുരിദാറിൻ്റെ ഒക്കെ ആണെങ്കിലും ടോപ്പ് നല്ല ഇറക്കം വേണം. ഇല്ലെങ്കിൽ നല്ല ഇറക്കം, അല്ലെങ്കിൽ ഇപ്പോൾ ജീൻസിൻ്റെ ആണെങ്കിലും ടോപ്പ് ഇടുന്ന സമയത്ത് ഒന്നെങ്കിൽ കുർത്തയാണെങ്കിലും നല്ല ഇറക്കം വേണം. അല്ലെങ്കിൽ ജീൻസിൻ്റെ ഒപ്പം ഇടുന്ന ടോപ്പാണെങ്കിൽ കുറച്ചൊരു ഷോർട്ട് ആയിരിക്കണം. അങ്ങനെ ഒരു ഇതിലാണ് എനിക്കിഷ്ടം കേട്ടോ. ഒന്നെങ്കിൽ നല്ല ചെറുത്, അല്ലെങ്കിൽ വലിപ്പം കൂടുതൽ. ഇങ്ങനെ ഈ ഒരു കുറച്ചിങ്ങനെ ഇറങ്ങി നിൽക്കണം, ഇങ്ങനെയൊക്കെ നിൽക്കണം ടോപ്പുകൾ എനിക്ക് കുറച്ച് തടി കൂടുതൽ തോന്നിയിട്ടുണ്ടോ കേട്ടോ. അതുകൊണ്ട് ഞാൻ കംഫർട്ടല്ല. ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഇത് നല്ല മെറ്റീരിയൽ കേട്ടോ. ഇത് നല്ല ക്വാളിറ്റിയുള്ള ഒരു മെറ്റീരിയൽ. ഒരു കോട്ടൺ റയോൺ മിക്സ് ആണോ, നല്ല കട്ടിയൊക്കെ ഉള്ളൊരു മെറ്റീരിയൽ കേട്ടോ. അതിൻ്റെ സൂപ്പർ എനിക്ക് വന്നതിനൊന്നുകൂടെ നല്ല മെറ്റീരിയലായിട്ട് എനിക്ക് തോന്നി. തണുപ്പൊക്കെ ഭയങ്കര ഇടാൻ കംഫർട്ടായിട്ടുള്ള സംഭവം. ഇത് കോട്സിലാണ് നല്ലേ. എനിക്ക് അത്രയും ഉറക്കത്തില്ല, നല്ല പുറത്തേക്ക് വിടില്ല. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഇതാണ് നമ്മുടെ പാൻറ് വരുന്നത്. ഇങ്ങനത്തെ ഒരു പ്രിന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല മെറ്റീരിയൽ. അപ്പം അതിൻ്റെ ടോപ്പ് നമ്മൾ കോട്ട് സെറ്റിൻ്റെ പോലെ ഇത്രയും ഇറക്കം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അത്ര ഇറക്കത്തിൽ ഇഷ്ടമാത്തത് കൊണ്ട് കോട്ട് സെറ്റ് ഇടാറില്ല. ഞാൻ എന്ത് ചെയ്തു, അതങ്ങനെ വെട്ടി ചുരുക്കിയിട്ട് ഇത്രയാക്കി നമ്മുടെ ചെറിയ ടോപ്പൊക്കെ ഉണ്ടാവില്ലേ, ആ ഒരു ലെങ്ത്തിലേക്ക് ഇതിനെ കുറച്ചതിന് ശേഷമുള്ള ടോപ്പാണ്. അപ്പോൾ എന്താ വെച്ചാൽ എനിക്കിത് ഇങ്ങനെ വേറെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ ഒന്നെങ്കിൽ എനിക്ക് നല്ല ഇറക്കം വേണം, അല്ലെങ്കിൽ എനിക്ക് അർത്ഥം കുറവായിരിക്കണം. അപ്പോൾ ഇതിങ്ങനെ വെട്ടിയിടുന്ന സമയത്ത് അടിപൊളി. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ എന്തായാലും വീട്ടിലിടാം. നല്ല രസമുണ്ട്. ഇത് കുറച്ചൊരായിട്ട് യൂസ് ചെയ്യുന്നത് നല്ല മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ എനിക്ക് പേഴ്സണലി എൻ്റെ ചോയ്സ് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാനിതിൻ്റെ അർത്ഥം കുറച്ച് കേട്ടോ. ഇത്രയും ഏകദേശം ഞാനിതിൽ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് ലെങ്ത്ത്.
ഇതിലിപ്പോൾ ചെറിയ ടോപ്പും നമ്മളെ വീട്ടിൽ പാൻറ് ഇല്ല, നല്ല ലൂസ് പാൻറ് പോലെ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതും കൂടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഞാൻ ആമസോണിൽ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.